श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम सीताभिराम राम। श्रीराम राम राम लोकाभिराम जय। നമസ്തേ. എല്ലാവർക്കും ന്യൂസ് ഇൻഡിപെൻഡൻസിൻ്റെ സാകേതമെന്ന രാമായണ പുണ്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രാമായണം ഒരു തീർത്ഥയാത്രയാണ്. ആ രാമായണ ആകുന്ന സമുദ്രത്തിൽ നിന്ന് അനേകം കവികൾ കോരിയെടുത്ത് അവരുടേതായ രീതിയിൽ രാമായണം രചിച്ചിട്ടുണ്ട്. വള്ളത്തോൾ പറയുന്നത്, കാവ്യം സുഗേയം കഥ രാഘവീയം, കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ, ചൊല്ലുന്നതോ ഭക്തിമയ സ്വരത്തിൽ, ആനന്ദലബ്ധിക്ക് ഇനിയെന്തു വേണം. വളരെ ശ്രദ്ധേയമായ ഒരു വരിയാണ് ഒടുവിലത്തെ. ആനന്ദലബ്ധിക്ക് ഇനിയെന്തു വേണം. നമ്മളെല്ലാം ജീവിക്കുന്നത് തന്നെ ജീവിതത്തെ സന്തോഷകരമാക്കാനാണ്. ആ ജീവിതത്തിൽ ആനന്ദം പകരുന്ന ഒരു മഹനീയമായ കൃതിയാണ് രാമായണം. നമുക്കറിയാം, എഴുത്തച്ഛൻ്റെ കൃതിയിൽ എന്താണ് സന്നിവേശിപ്പിച്ചിരിക്കുന്നത്? വാത്സല്യമുണ്ടതിൽ. ഗുരുവിനും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങളോട് തോന്നുന്ന വാത്സല്യത്തെ വർണ്ണിച്ചിട്ടുണ്ട്. സൗഹൃദമുണ്ടതിൽ. രാമായണത്തിൻ്റെ സൗഹൃദം കാണാൻ സുഗ്രീവനായാലും വിഭീഷണനായാലും രാമനും ഹനുമാനൊക്കെ ആയിട്ടുള്ള സൗഹൃദം, ചങ്ങാതിമാരോടുള്ള സൗഹൃദത്തിൻ്റെ ഉന്നതമായ ദൃഷ്ടാന്തമാണ്. ഭക്തിയുണ്ട്. ഈശ്വരനിലേക്ക് പോകേണ്ട ആ വഴിത്താരകളെല്ലാം തുറന്നു കിട്ടുന്നൊരു മഹനീയ കൃതിയാണല്ലോ രാമായണം. കർക്കിടകത്തിൽ ഇത് പാരായണം ചെയ്യുമ്പോൾ പല പല കഥകളതിന് കേൾക്കാറുണ്ട്. ആ രാമായണം ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമനാമം പാടു മടിയാതെ. ഈ പൈങ്കിളിപ്പെണ്ണിനെ കൊണ്ട് ഒരു 11 കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്ന് പറയാം. മാർക്കാണ്ഡേയ പുരാണത്തിലെ ജൈമിനി ഋഷി ഗുരുവിനോട്, മാർക്കാണ്ഡേയനോട് ഒരു സന്ദർഭത്തിൽ, എനിക്ക് മഹാഭാരത കഥയുടെ തത്വം പറഞ്ഞു തരണം ഗുരു എന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, ഇപ്പോൾ സന്ധ്യാകാറായി, എനിക്ക് സന്ധ്യാവന്ദനത്തിന് തർപ്പണത്തിന് സമയമായി. ഒരു കാര്യം ചെയ്യൂ ജൈമിനി, ഹിമാലയത്തിലെ ഒരു പാന്തപ്രദേശത്ത് 4 തത്തകളുണ്ട്. ആ 4 തത്തകൾ, കിളികൾ, നിൻ്റെ സംശയം തീർത്തു തരും. അങ്ങനെ ജൈമിനി ഹിമാലയ പാർശ്വങ്ങളിൽ എത്തിയിട്ട് കിളികളോട് ആധ്യാത്മിക ജ്ഞാനം നേടുന്നൊരു കഥ മാർക്കാണ്ഡേയ പുരാണത്തിലുണ്ട്. അങ്ങനെ ഈ കിളികളെ കൊണ്ട്, പൈങ്കിളിയെ കൊണ്ട്, ശാരികയെ കൊണ്ട് ആധ്യാത്മിക ജ്ഞാനം പല കവികളും പ്രകടിപ്പിച്ചതിൽ എഴുത്തച്ഛനും. രാമായണം മുഴുവൻ പറയുന്നത് തുഞ്ചൻ്റെ കിളിയാണ്. അതുകൊണ്ട് കിളിപ്പാട്ടെന്ന് പറയാലോ. ആ കിളിപ്പാട്ടിൽ കർക്കിടക മാസത്തിൽ പേടി പോകാൻ എല്ലാ കാര്യങ്ങളും, കർക്കിടക മാസം പേടിയുടെ ഒരു കാലമായിരുന്നു, ഒരു പഞ്ഞമാസമായിരുന്നു. ആ പഞ്ഞമാസം ഇപ്പോൾ പുണ്യമാസമാകുന്നതിന് ഒരു കാരണം ആധ്യാത്മികമായ ഉറച്ച ഒരു ആദർശ പുരുഷൻ, ഒരു മര്യാദാ പുരുഷോത്തമൻ, ഒരു ധർമ്മവിഗ്രഹത്തെ മുൻനിർത്തി നാം ചെയ്യുന്ന രാമായണ പാരായണമാണ്. ഈശ്വരൻ്റെ കഥയാണല്ലോ അത് മുഴുവൻ. കേരളം 2 പ്രളയം അടുത്ത കാലത്ത് കണ്ടു. പല പല പകർച്ചവ്യാധികൾ നമുക്ക് ഇടയിലുണ്ടായതും നമ്മൾ കണ്ടു. ഇപ്പോഴും പകർച്ചവ്യാധിയുടെ മെഡിക്കൽ കോളേജുകളും ആശുപത്രികളൊക്കെ നിറഞ്ഞു കവിഞ്ഞ വ്യാധികൾ ഈ കാലത്തുണ്ടാകാറുണ്ട്. അതിലുപരിയായിട്ട് ഭയാനകമായ രീതിയിൽ ഇപ്പോൾ സർക്കാർ, ഗവൺമെൻറ് തന്നെ ഒരു ലഹരി വിരുദ്ധ വേട്ട തുടങ്ങിയിരിക്കുന്നു. ഈ കാലത്തെ ഭീകരമാക്കുന്ന മാരക രാസലഹരികൾ യുവത്വത്തെ ആ സ്ത്രീ പുരുഷ ഭേദമന്യേ കാർന്നു തിന്നുകയാണ്. അപ്പോൾ ഇനി വരാനുള്ള കാലം ഇതിലും ഭയാനകമായിരിക്കും. വൃത്തികെട്ട കെട്ടകാലത്തിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടാൻ നമ്മുടെ മുന്നിൽ ഒരു പീഠത്തിൽ ഒരു ഗ്രന്ഥം വരികയാണ്. ആധ്യാത്മികമായ ഒരു മനോഹരമായ ഒരു ഹൃദയത്തോട് ചേർക്കാൻ പറ്റിയ ഗ്രന്ഥം. അതാണ് അധ്യാത്മരാമായണം. ഈ അധ്യാത്മരാമായണം കൊച്ചുകുട്ടികൾക്ക് മുതൽ പ്രിയം. അതാണ് ഒരു കൃതിയുടെ, ഇപ്പോൾ വലിയ ബെസ്റ്റ് സെല്ലർ എന്ന് പറയുന്ന അനേകം നോവലുകളും എഴുത്തുകളും പഠനങ്ങളൊക്കെ വരുമ്പോൾ അത് ചില വിഭാഗങ്ങൾക്ക് മാത്രമേ ഇഷ്ടപ്പെടൂ. ഈ രാമായണം ചെറിയ കൊച്ചുകുട്ടികൾക്ക് മുതൽ
രാമായണത്തിലെ കഥ പറയാൻ മുത്തശ്ശി ഇരിക്കുമ്പോൾ കുട്ടികളെല്ലാം മുന്നിലിരുന്നൊരു കാലഘട്ടമുണ്ട്. കൊച്ചുകുട്ടികളും ഒടുവിൽ വേദാന്തികൾ വരെ. വേദാന്തികൾക്ക് വേണ്ടത് അതിലുണ്ട്, ഗൃഹസ്ഥാശ്രമികൾക്ക് വേണ്ടത് അതിലുണ്ട്, സൗഹൃദത്തിന് വേണ്ടത് അതിലുണ്ട്, ഭരണാധികാരികൾക്ക് വേണ്ടത് അതിലുണ്ട്. ആർക്ക് വേണ്ടത് എന്താണ്? ഒരു വലിയ സദ്യ പോലെ അതിൽ നിന്ന് വിളമ്പി വെച്ചത് കോരിയെടുക്കാം. അതാണ് രാമായണത്തിൻ്റെ ഒരു മഹനീയത. എഴുത്തച്ഛൻ ഭാഷയുടെ മാത്രം പിതാവല്ല. നമ്മളെല്ലാം പഠിക്കുന്നത് എഴുത്തച്ഛൻ ഭാഷാപിതാവാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എഴുത്തച്ഛൻ ഐക്യകേരളത്തിൻ്റെ പിതാവാണെന്ന് പറയാം. എന്തുകൊണ്ട്? കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയിൽ പറഞ്ഞു, 6 മലയാളിക്ക് 100 മലയാളം എന്ന്. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ പോയാൽ ഭാഷയുടെ വൈജാത്യം, ഭാഷയുടെ വൈവിധ്യം, ചിലപ്പോൾ ഒട്ടും മനസ്സിലാകാത്ത ഭാഷകളൊക്കെ മലയാളത്തിലുണ്ട്. സംസാര രീതിയിൽ തന്നെ നമുക്ക് വ്യക്തമാക്കുന്ന ആശയവിനിമയങ്ങൾ കൊണ്ട് ഒന്നും സാധ്യമാകാത്ത ഭാഷ മലയാളത്തിലുണ്ട്. ആ സമയത്താണ് കേരളത്തെ മുഴുവൻ ഏകീകൃതമായ ഒരു ഭാഷയുണ്ടാക്കിയ എഴുത്തച്ഛൻ ആ അർത്ഥത്തിൽ ഐക്യ കേരളത്തിൻ്റെ കൂടി പിതാവാണെന്ന് നമുക്ക് പറയാം. അധികാരത്തിനെതിരെയാണ് ബാലകാണ്ഡം തുടങ്ങി രണ്ടാമത്തെ അയോധ്യാകാണ്ഡത്തിലെത്തുമ്പോൾ അത് അധികാരം തലക്ക് പിടിച്ച ഒരാൾക്കുണ്ടാകുന്ന അപജയത്തെയാണ്. ദശരഥൻ ആരായിരുന്നു? വലിയ ചക്രവർത്തിയായിരുന്നു, വലിയ വീരനായിരുന്നു. ദേവന്മാർ പോലും പരാജയപ്പെട്ട യുദ്ധത്തിൽ ആ യുദ്ധം അസുരന്മാരെ തോൽപ്പിക്കാൻ ദശരഥനെയാണ് കൊണ്ടുപോകുന്നത്. പേര് തന്നെ ദശരഥം. 10 ദിക്കിലേക്ക് ഒരേ സമയം ഏകകാലത്ത് ദശദിക്കിലേക്ക് തേരോടിച്ച് യുദ്ധം നയിക്കാൻ പ്രാവീണ്യമുള്ള ഒരു മഹാവീരനാണ് ദശരഥൻ. പക്ഷേ എന്നിട്ടെന്താ സംഭവിച്ചത്? മൂന്നാമത്തെ ഭാര്യയായ സുന്ദരിയായൊരു ഭാര്യ കണ്ണുരുട്ടിയപ്പോൾ നട്ടപ്രാന്തായി എന്ന് പറയാം നാടൻ ഭാഷയിൽ. ഒരു ഭാര്യ കണ്ണുരുട്ടിയപ്പോൾ നട്ടപ്രാന്തായി നിലത്ത് വീണ് കരഞ്ഞ് തൻ്റെ ജീവിതത്തെയും തൻ്റെ പ്രവൃത്തികളൊക്കെ നിലവിളിച്ചുകൊണ്ട് നേരിട്ട ദശരഥനെ എന്തുകൊണ്ട് രാമായണം പഠിപ്പിക്കുന്നു? നമ്മൾ ഓരോ കാലത്തും ചെയ്യേണ്ടതായ ചില അനുഷ്ഠാനങ്ങളുണ്ട്. ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും സന്യാസവും ഈ വർണ്ണാശ്രമങ്ങൾ വെറുതെയല്ല പണ്ഡിതന്മാർ ജീവിതചര്യയാക്കാൻ നമ്മളോട് പറഞ്ഞത്. ഒരാൾ 25 വയസ്സ് വരെ ബ്രഹ്മചാരിയായിരിക്കണം. ബ്രഹ്മചര്യം എന്ന വാക്കിന്, ബ്രഹ്മം എന്ന വാക്കിന് അറിവ് എന്നാണ് അർത്ഥം. അറിവിലൂടെ സഞ്ചരിക്കണം. ഒരു 24-25 വയസ്സ് വരെ പഠനത്തിന് നീക്കി വെക്കണം. ഇന്നത്തെ വിദ്യാഭ്യാസമൊക്കെ അങ്ങനെയാണല്ലോ. 25-ന് ശേഷം ആണ് ഗാർഹസ്ഥ്യം, ഗൃഹസ്ഥാശ്രമം വരുന്നത്. ഗൃഹസ്ഥാശ്രമത്തിലാണ് ജോലി നേടി വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കേണ്ടത്. ഒരു 50-60 വയസ്സ് വരെ. 60-ന് ശേഷം വാനപ്രസ്ഥയാകണമെന്ന് പറഞ്ഞാൽ അർത്ഥം ഇതിനോടെല്ലാം ഏതാണ്ട് വിടാൻ തോന്നണം. ഒട്ടലിൽ നിന്ന് വിട്ടു നിൽക്കാൻ തോന്നണം. ആ വിട്ടു നിൽക്കാൻ തോന്നാത്തതിൻ്റെ ദുരന്തമാണ് അയോധ്യാകാണ്ഡത്തിൽ ദശരഥന് പറ്റിയത്. 365 അന്തഃപുര സ്ത്രീകളായ ഭാര്യമാർ, 3 ഭാര്യമാർ ഔദ്യോഗികമായിട്ട്. ഇവരോടൊന്നും ഒട്ടി നിൽക്കാനാവാതെ ദശരഥൻ ഒരു കാമിയായിരുന്നു. ആ കാമിക്കുണ്ടാകുന്ന പതനമാണ് ദശരഥൻ്റെ ദുർമരണവും. ഇത്രയും വീരനായി കേളികേട്ട ചക്രവർത്തിയായിട്ടും ഒരു പെണ്ണ് കണ്ണുരുട്ടിയപ്പോൾ ഭ്രാന്തായി വീണ് വിലപിക്കേണ്ടി വന്നതും നാം മനസ്സിലാക്കണം. പറയുന്നുണ്ട്, പ്രിയേ നീ പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യാം, ദരിദ്രനെ ഞാൻ ധനികനാക്കാം, നിരപരാധികളെയൊക്കെ വധശിക്ഷ നൽകാം, എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് കൊടുക്കുന്നത്. പക്ഷെ കൈകേയി ഒന്നിനും വിട്ടുവീഴ്ച ചെയ്തില്ല. ഇതിനും മോശക്കാരനായ മറ്റൊരാളെ നമുക്ക് കാണാം. പേര് രാവണൻ എന്നാണ്. ആരെങ്കിലും എതിർത്തെന്തെങ്കിലും പറഞ്ഞാൽ, ഇവിടെ ദശരഥൻ എതിർത്ത് പറഞ്ഞപ്പോൾ കരഞ്ഞു, വിലപിച്ചു. രാവണൻ കരയില്ല, വിലപിക്കില്ല. രാവണൻ അവൻ്റെ വാളിന് ഊണാക്കും, വെട്ടിക്കൊന്നുകളയും. ആരെങ്കിലും എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ തൻ്റെ വാളിനിരയാക്കുന്ന ഘോരനായ രാവണൻ ഒരു ഭാഗത്ത്. അതേ രാവണൻ തന്നെ നോക്കൂ, നമ്മൾ സുന്ദരിമാരെ കണ്ടാൽ കൊഞ്ചു കുഴയും, അവളുടെ മുന്നിൽ വീണ് അഭ്യർത്ഥിക്കും.
വിലപ്പെട്ടത് എന്ന് കരുതുന്ന എന്തും നൽകാൻ രാവണൻ തയ്യാറാകും. ഇതാണ് ഈ രണ്ട് സ്ത്രീകളോട് കലഹം, കനകം മൂലം കാഞ്ചന മൂലം കലഹം പലവിധ മുലകിൽ സുലഭം ആണല്ലോ. ഇത് ഓർമ്മപ്പെടുത്തുകയാണ്. രാവണൻ്റെ പതനവും പെണ്ണുകൊണ്ടു തന്നെയായിരുന്നു. ദശരഥൻ്റെ പതനവും സ്ത്രീ നിമിത്തമായിരുന്നു. അതുകൊണ്ടാണ് രാമായണം ജീവിതത്തിൽ എന്നേക്കുമായുള്ളൊരു പാഠമാണ്, കാലാതിവർത്തിയായ ഇതിഹാസമാണ്. എല്ലാ കർക്കിടകത്തിലും അത് വായിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ, അങ്ങനെയാണല്ലോ, ഒരു നല്ല ഭക്ഷണം കൊണ്ടേയിരിക്കുമ്പോഴാണ് അത് പോഷകമായ ഊർജമായി ശരീരത്തിന് ഭവിക്കുന്നത്. ഒരു നല്ല ഗ്രന്ഥം വായിച്ചു കൊണ്ടേയിരിക്കുമ്പോഴാണ് അത് നമ്മുടെ പ്രജ്ഞയെ, ബുദ്ധിയെ, മനസ്സിനെ വൈൻഡ് ചെയ്യുന്നത്. രാമായണം കർക്കിടകത്തിൽ വായിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും അത് നമ്മുടെ സദാചാരബോധത്തെ പുഷ്ടിപ്പെടുത്തുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.